ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കട ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രമ്യ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിപ്പുറം കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ എങ്ങനെയാണ് ഈ നാട്ടിൽ കിട്ടുന്ന പൗഡേഴ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോവുക, ഇതിനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ പുറമേ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒത്തിരി കാശല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഓരോ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇനി ഹോസ്റ്റലിലല്ല എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പോൾ ഞാൻ വേണ്ടുന്ന ചെറിയൊരു അളവിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് കൊണ്ടുപോകേണ്ട സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയൊരു അളവിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ എത്ര നാളവിടെ താമസിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള അളവെടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ഏതൊരു പൗഡേഴ്സ് കൊണ്ടുപോയാലും നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഈർപ്പം ഒരിക്കലും അതിലേക്ക് തട്ടാത്ത വിധത്തിൽ വേണം അത് സൂക്ഷിക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് അത് ഒത്തിരി നാളേക്ക് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തേന്ന് പറയുന്നത് മുരിങ്ങയിലയുടെ പൗഡറാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് വീഡിയോ കണ്ടിട്ട് വന്നോളൂ. പലർക്കും അറിയാത്തൊരു കാര്യമാണ് മുരിങ്ങയില നമുക്ക് തലയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ കഴിക്കുന്ന സാധനമല്ലേ, ഇതൊക്കെ തലയിൽ യൂസ് ചെയ്യുക എന്നുള്ളത് പലർക്കുള്ള ഡൗട്ടാണ്. നിങ്ങൾക്കറിയാം മുരിങ്ങയിലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ കഴിക്കുകയാണെങ്കിലും അതുപോലെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും. ഇതൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നാട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് കൊണ്ട് ഞാനത് നല്ല ആഘോഷമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. മിക്കവാറും വീക്കിലി 2-3 തവണയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ. ഇതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഒത്തിരി ടൈമൊന്നും വേണ്ടി വന്നിട്ടില്ല. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം മഴയാണ്. അപ്പോൾ നല്ല വെയിലുള്ള കാലാവസ്ഥയല്ല. അപ്പോൾ എനിക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കേണ്ട ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഇത് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഒരു ട്രയൽ പോലെയാണ് ഇന്നലെ വൈകിട്ട് ഈ മുരിങ്ങയിലയൊക്കെ പറിച്ച് നന്നായിട്ട് അതും കഴുകിയെടുത്തു ഞാൻ. എന്നിട്ടൊരു വാഴയിലയിൽ കുറേ നേരം വിതറി വെച്ചു. അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ശാഖകളോടെ തന്നെയാണ്, അല്ലാതെ ഓരോ ഇലയായിട്ട് വേർതിരിച്ചെടുത്തിട്ടൊന്നുമില്ല. എന്നിട്ട് ഒരു പത്രത്തിൽ നിരത്തിയിട്ടിട്ട് അടുപ്പിൻ തണയിൽ വെക്കുകയാണിത്. ഈ അടുപ്പിൻ്റെ അവിടെ ഉണ്ടാവില്ല, നമ്മൾ അതിന് അടുപ്പിൻ തണാന്ന് പറയും. അപ്പോൾ അവിടെ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഡെയിലി അടുപ്പ് കത്തിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചൂടും അതായത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുപ്പിലെ കനലൊക്കെ കെട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ എടുത്തു വെച്ചു. അതൊരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് അത് ഡ്രൈ ആയിട്ട് കിട്ടി. ആ നിമിഷം തന്നെ ഇത് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതായത് ഒരു ദിവസത്തെ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. ഇതിന് കഷ്ടപ്പാടൊന്നുമില്ല, ഏതാനും മിനിറ്റുകളുടെ കഷ്ടപ്പാടേ ഉള്ളൂ. പിന്നെ നമുക്ക് അവിടെ ഉണങ്ങാനിട്ടാലും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഹെയറിന് വേണ്ടുന്ന പൗഡറും റെഡി ആയിട്ടുണ്ട്. വളരെ നല്ലതാണ്. താളി പൗഡറാണ് ഇതൊക്കെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു 50 രൂപയെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടി വരില്ലേ. പോട്ടെ, ഒരു 10-20 രൂപയെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടി വരില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 5 പൈസയുടെ ചിലവില്ല. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഇത്ര എളുപ്പമാണ്. അപ്പോൾ കാലാവസ്ഥയും നമുക്കൊരു വില്ലനായിട്ടുണ്ടായിരുന്നു, പക്ഷേ അതും നമ്മൾ സുഖമായിട്ട് സോൾവ് ചെയ്തു അല്ലേ. അപ്പോൾ ഇനി ഇതുപോലെ എനിക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും കൂടെ പൊടിച്ചെടുക്കണം എന്നുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം നമുക്ക് ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. കറിവേപ്പിലൊക്കെ ഇവിടെ അമ്മ ഒട്ടും എനിക്ക് തരുന്നില്ല, കാരണം അത് നട്ട് വലുതാക്കി എടുക്കേണ്ട ബുദ്ധിമുട്ട് അത്രക്കുണ്ട്. അതുകൊണ്ടാണ്
ഇവിടെ അങ്ങനെ നന്നായി കിട്ടുന്നില്ല. ഇപ്പോൾ ഏകദേശം നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ ആ ഭാഗത്തേക്ക് പോകാൻ വിടുന്നില്ല. അതുകൊണ്ട് മാത്രം അതിൻ്റെത് ഞാനിപ്പോൾ ഒരു പെൻറ്റിങ്ങിൽ വെച്ചിട്ടാണുള്ളത്. എവിടെന്നെങ്കിലും ഫ്രഷ് കിട്ടുമെന്ന് നോക്കണം. ഒത്തിരിയുള്ള വീടുണ്ടാവുമല്ലോ. അപ്പോൾ എവിടെ നിങ്ങൾ നോക്കണം. കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുപ്പിൻ്റെ മുകളിൽ നമ്മൾ വെക്കുക. ഒരു രാത്രിക്കാകുമ്പോൾ ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. ആ ഒരു ചൂട് അവിടെ ഉണ്ടെങ്കിൽ തന്നെ ആവും. അടുപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇതിങ്ങനെ ഉണക്കിയെടുക്കാനായിട്ട്. പക്ഷേ ഇങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്നേക്കും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനുമായി. ഓക്കെ, നമുക്കിത് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഞാൻ പറഞ്ഞ പോലെ കീപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് താളിയായിട്ട് എങ്ങനെ വേണം യൂസ് ചെയ്യാം അല്ലേ. നമ്മൾ സാധാരണ ഇത് അടിച്ചെടുക്കുന്ന പോലെ ഇച്ചിരി വെള്ളത്തിൽ ചേർത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ല അലവേര ജെല്ലായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അല്ല അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും താളിക്കുള്ള ഐറ്റം കിട്ടുമെങ്കിൽ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒത്തിരി എടുക്കേണ്ട, കാരണം നമ്മൾ ഒരുപാട് എമൗണ്ട് ഇലകൾ എടുത്തിട്ട് പൊടിച്ചെടുക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് 1/2 ടീസ്പൂണ് അത്രയൊക്കെ മതി. അപ്പോൾ ഇത് എത്ര ദിവസം എത്തും നിങ്ങൾക്ക് ഊഹിച്ചൂടെ. അപ്പോൾ ഇത് അത്രേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കുറച്ച് അധികം എടുക്കുക കിട്ടുമ്പോൾ, എന്നിട്ട് പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എനിക്കിതൊക്കെ ധാരാളമാണ്, കാരണം ഞാൻ ഒരുപാട് പൊടികൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാറി മാറി യൂസ് ചെയ്യേണ്ട ഒരു സൗകര്യത്തിനാണ്. അപ്പോൾ വേണ്ടതല്ല ഇങ്ങനെ ചെയ്ത് വെക്കുക. നമുക്ക് നമ്മളുടെ കയ്യിൽ ഐഡിയാസ് ഒരുപാടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സംഭവങ്ങൾ നമ്മുടെ മുടി ത്രൂ ഔട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. എനിക്കറിയാവുന്ന ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയോടൊക്കെ ഒന്ന് പറയാം. ഇങ്ങനൊരു ചാനലുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു പൗഡർ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് കാണിച്ചിട്ട് മനസ്സിലാക്കി തരികയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ മാക്സിമം നാട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മാക്സിമം ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.